എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ അപ്പോൾ ഇപ്പോൾ +1 കുട്ടികളുടെ കുറച്ച് വീഡിയോസാണ് നമ്മളൊരു സീരീസ് പോലെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് +1 കുട്ടികളുടെ 11ാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടാക്കി 3D എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 10ാം ക്ലാസ് വരെ കോർഡിനേറ്റ്സിലൊക്കെ പഠിച്ചിരുന്നത് 2 ആക്സ് മാത്രമാണ്. എക്സ് വൈ എന്നുള്ള 2 ആക്സിസ് മാത്രമാണ് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. അതിന് നമ്മൾ പറയുന്നതാണ് എക്സും വൈയും ഉള്ളതുകൊണ്ട് 2 ഡയമെൻഷനൽ അല്ലെങ്കിൽ 2D എന്നാണ് പറയുന്നത്. 2 ഡയമെൻഷനൽ പറയുന്ന മറ്റൊരു പേരാണ് പ്ലെയിൻ. 2D എന്ന് പറയുന്നതിന് പകരം പറയുന്ന മറ്റൊരു പേരാണ് പ്ലെയിൻ. എടാ, ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നത് ഒരു എക്സ് ആക്സിസിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ പോർഷനിൽ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എക്സ് വൈയുടെ കാര്യം പറഞ്ഞു, അത് പ്ലെയിൻ ആണ്. 2D ആയതുകൊണ്ട് പ്ലെയിൻ. ഇവിടെ എക്സ്, നമ്മൾ ഈ പോർഷൻ വൈ, ഇതിനാണ് നമ്മൾ ഇസഡ് ആയിട്ട് പറയുന്നത്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഈ എക്സും വൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇസഡ് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സ് വൈ ഇസഡ്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പോൾ 3D ആണ്. മറ്റിടത്ത് 2 ആയതുകൊണ്ട് 2D അല്ലെങ്കിൽ അതിനെ പ്ലെയിൻ എന്നാണ് പറയുന്നത്. പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ എന്ന് പറയാറുണ്ട്. എക്സ് വൈ പ്ലെയിൻ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള 3 ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. എക്സും വൈയും ഇസഡും ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ അതിന് എക്സ് കാണും, വൈ കാണും, ഇസഡ് കാണും. ഓക്കെ, എക്സ് വൈ ഇസഡ് ഇത് 3 ചേർത്ത് നമ്മൾ 3D അല്ലെങ്കിൽ സ്പേസ് എന്നാണ് പറയുന്നത്. 3D അത് 3 ഡയമെൻഷനിൽ 3 ഡയമെൻഷൻ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അതാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അല്ല പറയുന്നത് 3D എന്ന് പറയും. 3D പറയുന്നതാണ് നമ്മൾ സ്പേസ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ പക്കായിട്ട് പറഞ്ഞാൽ സാറിവിടെ ഫിഗർ കാണിച്ചു തരാം. വൈ ഉണ്ട്, നമ്മളിവിടെതാണ് എക്സ്. ആ എക്സ് ഇവിടെ ആയിട്ട് ആലോചിക്കുക. എക്സ് ഈ ഒരു ഭിത്തി പോലെ, ഒരു വീട്ടിലൊരു ഭിത്തിയുടെ ഒരു മൂല ആലോചിച്ചാൽ ഇത് എക്സ് ആണ്. ഇത് എക്സ് ആണ്. ഇത് ഈ പോകുന്നത് വൈ ആണ്, ഈ പോകുന്നത് ഇസഡ് ആണ്. എക്സ് വൈ ഇസഡ്. അപ്പം ഇവിടെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ ഈ ഒരു സെക്ഷനിലൊരു പോയിന്റ് നമ്മൾ പറഞ്ഞാൽ അതിന് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇതേപോലത്തെ അവർ പറയുന്നത് ഇതേപോലത്തെ 4 സൈഡിലും 1 2 3 4 മുകളിൽ തന്നെ ഇതേപോലത്തെ 4 ഉണ്ട്. താഴെ ഇതുപോലത്തെ 4 ഉണ്ട്. അങ്ങനെയാണ് 8 ഒക്ടൻ്റ് എന്ന് പറയുന്നത്. 8 ഒക്ടൻ്റ്. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റുകളുടെ എല്ലാം എക്സും വൈയും ഇസഡും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മളിവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഈ ഒരു പോർഷൻ, ഈ എക്സും വൈയും ഇസഡും ചേരുന്ന ഈ ഒരു പോർഷനാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. എക്സ് വൈ ഇസഡ്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാകാനാണ് ഇങ്ങനെ കാണിച്ചത്. 3D ആകുമ്പോൾ നമുക്ക് വരയ്ക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. 8 ഏരിയ ഉണ്ട്, അതാണ് ഫിഗർ കാണിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 8 ഒക്ടൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ കോർഡിനേറ്റ്സ് എന്തായാലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 4 ക്വാഡ്രൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രി പഠിച്ചപ്പോഴും നമ്മൾ 4 ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്. ഇതറിയാവുന്നവരാണ് എല്ലാവരും. 10ാം ക്ലാസ്സിലും കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചേക്കുന്നത് കൊണ്ട് ഈ 4 ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിന്റുകൾ ഏതൊക്കെ രീതിയിൽ വരുമെന്ന് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ 8 ഉള്ളതിൻ്റെ എഴുതാൻ പറ്റും. ഓക്കെ, അത് വെച്ച് അങ്ങ് പഠിച്ചു വെച്ചേക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ കാണാതെ പഠിക്കേണ്ടി വരും. എടാ, എക്സും വൈയും ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ, ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ അതിൻ്റെ എന്തൊക്കെ പോസിറ്റീവാണ്? ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ എക്സ് പോസിറ്റീവ്, വൈയും പോസിറ്റീവ്, രണ്ടുപേരും പോസിറ്റീവ്. എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. ഇപ്പുറത്തെ ഒരു പോയിന്റ് ഇട്ടാൽ, ഇവിടെയാണ് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ എന്താണ്? എക്സ് കണ്ട എക്സ് ഡാഷാണ്. അത് ആ ഡാഷ് നോക്കിയപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ എഴുതാം നമുക്ക്. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് നെഗറ്റീവ്, വൈക്ക് ഡാഷ് ഇല്ല, അപ്പോൾ വൈ പോസിറ്റീവ്. ഇവിടെ ഈ ഒരു പോർഷനിൽ 3rd ക്വാഡ്രൻറ്റിൽ എക്സും നെഗറ്റീവ്, വൈയും നെഗറ്റീവ്, രണ്ടുപേർക്കും ഡാഷ് ഉണ്ട്, 2 നെഗറ്റീവ്. ഓക്കെ, അവസാനത്തെ 4th ഒക്ടൻ്റിൽ ഏതൊക്കെയാണ്? 4th ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. വൈ ഡാഷ് ആണ്, അതുകൊണ്ട് വൈ നെഗറ്റീവ്. ഈ രൂപത്തിലാണ് എഴുതുന്നത്. ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ 2ഉം പോസിറ്റീവ്, എക്സും വൈയും പോസിറ്റീവ്. 2nd ക്വാഡ്രൻറ്റിൽ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. 3rd ക്വാഡ്രൻറ്റിൽ 2 നെഗറ്റീവ്. 4th ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഓക്കെ, ഈ രൂപത്തിൽ എഴുതിയാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് നമ്മൾ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒക്ടൻ്റിൽ 8 ഉള്ളതിൽ ആദ്യത്തെ ആൾ എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ ആൾ എക്സ് പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. ഓക്കെ, അടുത്തതിൽ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. അടുത്തതിൽ
രണ്ടുപേരും നെഗറ്റീവ്, എക്സ് നെഗറ്റീവ്. തേർഡിൽ ഫോർത്തിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. എടാ ആദ്യത്തെ 4 ഒക്ടൻറ്റിൽ ഇത് എഴുതിയില്ലേ? ആദ്യത്തെ 4 ഒക്ടൻറ്റിൽ ഇത് എഴുതി, 8 എന്നുള്ളതിൽ ആദ്യത്തെ 4 എണ്ണത്തിൽ ഇത് എഴുതി, അടുത്ത 4 എണ്ണത്തിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഈ എഴുതിയേക്കുന്ന ആളെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്ന് വെച്ചാൽ അടുത്ത 4 ഒക്ടൻറ്റിലും എക്സും വൈയും സെയിം ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ഒക്ടൻറ്റിൽ എഴുതിയ ആളെ തന്നെയാണ് ആദ്യം 4 പേര് എഴുതി പിന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം എഴുതിയ ആളുകളെ തന്നെ 5ാമത് എഴുതുക, പോസിറ്റീവ് പോസിറ്റീവ്. രണ്ടാമത് എഴുതിയ ആളെ 6ാമത് എഴുതുക, നെഗറ്റീവ് പോസിറ്റീവ്. മൂന്നാമത് എഴുതിയ ആളെ 7ാമത് എഴുതുക, നെഗറ്റീവ് നെഗറ്റീവ്. 4ാമത് എഴുതിയ ആളെ 8ാമത് എഴുതുക, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അടുത്ത ഇസഡിൻ്റെ കേസാണ്. ഇവിടെ ഇസഡിൻ്റെ എഴുതാൻ സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. ഇസഡിൻ്റെ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ഇസഡ് ആദ്യത്തെ 4 ഒക്ടൻറ്റിൽ പോസിറ്റീവാണ്, ആദ്യത്തെ 4 പോസിറ്റീവാണ്, അടുത്ത 4 നെഗറ്റീവാണ്. ആദ്യത്തെ 4 പോസിറ്റീവാണ്, അടുത്ത 4 നെഗറ്റീവ്. അപ്പം നമ്മളോട് എടാ ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഒരു പോയിന്റ് ചോദിച്ചാൽ, ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഒരു പോയിന്റ് ചോദിച്ചാൽ പോസിറ്റീവ് പോസിറ്റീവ് ഇത് അറിയാമെങ്കിൽ ഈ ബോക്സ് അറിയണമെന്നില്ല, ഈ ബോക്സ് ഇത് വെച്ച് പറയാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഒരു പോയിന്റ് ചോദിച്ചാൽ പോസിറ്റീവ് പോസിറ്റീവ്, ആദ്യത്തെ 4 എണ്ണത്തിൽ ഇസഡും പോസിറ്റീവാണ്, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. രണ്ടാമത്തേൽ ചോദിച്ചാൽ നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, അതിൻ്റെ ഒരു പോസിറ്റീവ് ചേർക്കുക. തേർഡിൽ ചോദിച്ചാൽ നെഗറ്റീവ് നെഗറ്റീവ്, പക്ഷേ ഇസഡ് പോസിറ്റീവാണ്, ഇസഡ് ആദ്യത്തെ 4 എണ്ണത്തിൽ പോസിറ്റീവാണ്. ഇനി നാലാമത്തേൽ ചോദിച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇസഡ് അപ്പോഴും പോസിറ്റീവാണ്. ഇനി ആറാമത്തെ ചോദിച്ചാൽ പോസിറ്റീവ് പോസിറ്റീവ്, ഇസഡ് നെഗറ്റീവ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദിച്ചാൽ അഞ്ചാമത്തെയാണ് പോസിറ്റീവ് പോസിറ്റീവ്, ഇസഡ് നെഗറ്റീവ്. ഇനി ആറാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ്, ഇസഡ് അപ്പം നെഗറ്റീവ്. ഏഴാമത്തെ ചോദിച്ചാൽ നെഗറ്റീവ് നെഗറ്റീവ്, ഇസഡും അവിടെ നെഗറ്റീവ്. എട്ടാമത്തെ ചോദിച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇസഡ് നെഗറ്റീവ്. അപ്പം ആദ്യത്തെ 4 എണ്ണത്തിൽ ഈ ഒരു സംഭവം വരച്ചിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 4 എണ്ണം ആദ്യത്തെ 4 ഒക്ടൻറ്റിലെ പോയിൻ്റാണ് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ എന്ത് ചേർത്താൽ മതി? പോസിറ്റീവ് ചേർത്താൽ മതി. 5, 6, 7, 8 ചോദിക്കുന്നതെങ്കിൽ ഈ ആദ്യത്തെ 4 എണ്ണത്തിൻ്റെ കൂടെ അവസാനം ഇസഡിൻ്റെ അകത്ത് എന്ത് ചേർക്കുക? നെഗറ്റീവ് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ 8 എണ്ണം സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് ഇതൊരെണ്ണം വരച്ച് കഴിഞ്ഞാൽ ഈ ലോജിക്ക് മനസ്സിലാക്കിയാൽ ഇതൊരെണ്ണം വരച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് അത് ഏത് ഒക്ടൻറ്റിലെയാണ്, ഈ പറയുന്ന പോയിന്റ് ഏത് ഒക്ടൻറ്റിൽ ലൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ ഒക്ടൻറ്റ് ഇൻ വിച്ച് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ. ഈ തന്നിരിക്കുന്ന ഒക്ടൻറ്റുകളൊക്കെ ഏത് പോയിന്റ്, ഈ തന്നിരിക്കുന്ന പോയിന്റുകളൊക്കെ ഏത് ഒക്ടൻറ്റിലാണ് ലൈ ചെയ്യുന്നത്? ഈ തന്നിരിക്കുന്ന പോയിന്റുകൾ 8 ഒക്ടൻറ്റ്, 8 പേരല്ലേ ഒക്ടൻറ്റ് എന്ന് പറയുന്നത്, ഈ 8 പേരുള്ളതിൽ എവിടാണ്? ഓക്കെ, -2, 1, 3, -2, 1, 3 എന്ന് പറയുമ്പം എക്സ് പോസിറ്റീവ്, എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്, ഇസഡും പോസിറ്റീവാണ്. അപ്പോൾ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും വരുന്ന ഈ കൂട്ടത്തിൽ എടുത്താൽ മതി. എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് വരുന്നത് സെക്കൻഡാണ്, സെക്കൻഡ് ഒക്ടൻ്റാണ്. അപ്പോൾ അതിൻ്റെ അത് സെക്കൻഡിൽ നിന്നും അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോസിറ്റീവും കൂടെ വന്നേക്കുന്നത് 3ഉം പോസിറ്റീവാണ്. അപ്പോൾ ഇസഡും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ അത് എവിടുത്തെയാണ്? ആദ്യത്തെ 4 പേരിലാണ്, ആദ്യത്തെ 4 പേരിൽ തന്നെ രണ്ടാമത്തെയാണ്. അപ്പോൾ സെക്കൻഡ് ഒക്ടൻറ്റ്, സെക്കൻഡ് ഒക്ടൻറ്റ്. ഓക്കെ, എടാ അടുത്ത പോയിന്റ് ഇസഡ് നെഗറ്റീവ് ആകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 4 പേര് ഇസഡ് പോസിറ്റീവ് ആയിരിക്കും, അടുത്ത 4, 5, 6, 7, 8 ഇസഡ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഇസഡ് നെഗറ്റീവ് വന്നാൽ 5, 6, 7, 8 അത് കറക്റ്റ് നോക്കി കൊടുത്താൽ മതി. അപ്പം അടുത്ത എടാ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് വരുന്ന സെക്കൻഡിലാണ്. പക്ഷേ ഇസഡ് നോക്കുമ്പോൾ ഇസഡ് നെഗറ്റീവാണ്, ഇസഡ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അടുത്ത ഷിഫ്റ്റിൽ പോകുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th അത് വരുന്നത്. അപ്പോൾ ടേബിൾ പഠിച്ചുകൊണ്ട് അറിയാൻ പറ്റും 6th കേട്ടോ. 6th ഒക്ടൻറ്റ്, 6ാമത്തെ ഒക്ടൻറ്റ്. അടുത്തത് 3 നെഗറ്റീവാണ്, മൈനസ് മൈനസ് മൈനസ്. ആദ്യത്തെ 2 നെഗറ്റീവ് വരുന്നത് 3rd, മൂന്നാമത്തെ നെഗറ്റീവ് വരുമ്പോൾ 3rd ആകത്തില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th, 7th, 7ാമത്തേലാണ് 7th ഒക്ടൻറ്റ്, 7th ഒക്ടൻറ്റ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ്, 2 നെഗറ്റീവ് വരുന്നത് 3rd. ഇസഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ 3 എണ്ണത്തിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 3rd ഉറപ്പിക്കാം. തേർഡ് ഒക്ടൻ്റാണ്, 8 ഒക്ടൻറ്റിൽ 3rd ആണ്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പോയിന്റ് തന്നിട്ട് എന്താണ് ഇത് ഏത് ഒക്ടൻറ്റിലാണ് ലൈ ചെയ്യുന്നത്, ഏത് ഒക്ടൻറ്റിൽ ലൈ ചെയ്യുന്നു എന്ന് ചോദിക്കാം.
നെയിം ദ ഒക്ടേൻ ഇൻ വിച്ച് ദ ഫോളോയിങ് പോയിന്റ് ലൈ എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കുക ഒരു മാർക്കിന്. ഓക്കെ, കുറച്ച് 2-3 കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യനോടുണ്ട്, അതോടെ പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലെ വലിയ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കുറച്ച് ക്വസ്റ്റ്യനോട് നോക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് വലിയ ക്വസ്റ്റ്യനിലേക്ക്. ഇത് 1 മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനാണ്. ഒന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതുകൊണ്ടാണ് ഈ ഒരു നിങ്ങൾക്ക് പരിചയമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വരുമ്പോഴും എഴുതിക്കോളൂ. എടാ, എ പോയിന്റ് ഈസ് ഇൻ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ ഒരു പോയിന്റ് പറഞ്ഞാൽ വാട്ട് ആർ ഇറ്റ്സ് വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ്. എക്സ് ആക്സിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ വൈ ഇസഡ് എന്നാണ്. എക്സിലാണ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ എക്സിലായിരിക്കും ആ പോയിന്റ്. അപ്പോൾ വൈ ഇസഡും ഇല്ല, അതിന് വൈ മൂവ്മെൻറ്റും ഇസഡ് മൂവ്മെൻറ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് 0. അപ്പോൾ ആൻസർ വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വൈ കോർഡിനേറ്റ് ഇസഡ് കോർഡിനേറ്റ് 0 ആണ്. വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് ഈസ് 0. അടുത്ത പോയിന്റ് ഈസ് ഇൻ ദ എക്സ് ഇസഡ് പ്ലെയിൻ. പ്ലെയിൻ എക്സ് ഇസഡ് ആണെങ്കിൽ എക്സ് ഇസഡൂടെ വരുന്ന പ്ലെയിനാണ് എക്സ് ഇസഡ് എന്ന് പറയുന്നത്. നമ്മൾ 3D വരയ്ക്കുമ്പോൾ ആര് വരയ്ക്കും? എക്സ് വരയ്ക്കും, എക്സും വൈ ഇസഡും വരയ്ക്കത്തില്ലേ? അപ്പോൾ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഏരിയയിലാണ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ എക്സ് ഇസഡിലാണെങ്കിൽ അതിന് വൈ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ വൈ കോർഡിനേറ്റ് എന്താണ്? വൈ കോർഡിനേറ്റ് ഈസ് 0. വൈ കോർഡിനേറ്റ് ഈസ് 0. വൈ കോർഡിനേറ്റ് 0 ആണ്. എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ ഈ ഒരു ഏരിയ വരും, എക്സും വൈ ഇസഡും വരുന്ന ആ ഒരു പോർഷൻ വരും. അപ്പോൾ അവിടുത്തെ വൈ എന്താണ്? 0 ആണ്. ഓക്കെ, അടുത്തത് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആർ ടേക്കൺ ടുഗദർ ഡിറ്റർമിൻ എ പ്ലെയിൻ നോൺ ആസ്. എക്സും വൈയും കൂടെ ഒന്നിച്ചെടുത്താൽ ഈ താഴ്ഭാഗം, ഇത് എക്സ് ഇത് വൈ, ഈ പോർഷൻ എക്സ് ഉണ്ട്, വൈ ഇസഡിനെ കൺസിഡർ ചെയ്യുന്നില്ല, എക്സും വൈയും ആണ് എടുക്കുന്നതെങ്കിൽ ഡിറ്റർമിൻ ദ പ്ലെയിൻ നോണസ്. അങ്ങനെയെങ്കിൽ ആ പ്ലെയിനെ എന്ത് വിളിക്കാം? എക്സും വൈയും കൂടെ എടുക്കുമ്പോൾ 2 വരുന്നതിനാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. എക്സും വൈയും ആകുമ്പോൾ അത് എന്ത് പ്ലെയിനാണ്? എക്സ് വൈ പ്ലെയിൻ. അതിനാണ് എക്സ് വൈ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്, എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, അടുത്തത് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ആർ ഓഫ് ദി ഫോം. ദ എക്സ് വൈ പ്ലെയിൻ്റെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ ഫോം എങ്ങനെയാണെന്ന്, അതിൻ്റെ ഇസഡ് എന്താണെന്നല്ല ചോദ്യം, അതിൻ്റെ ഫോം അത് ഏത് ഫോമിലാണെന്ന്. നമ്മൾ നോർമലി എഴുതുന്ന എക്സ് വൈ ഇസഡ് എന്നാ, എക്സ് കോമ വൈ കോമ ഇസഡ് ഉണ്ടാ. എക്സ് വൈ പ്ലെയിൻ ആകുമ്പോൾ ഇസഡ് 0, അപ്പോൾ ഇസഡിൻ്റെ ഭാഗത്ത് 0 എന്ന് കൊടുക്കുക, എക്സ് കോമ വൈ കോമ 0. നമ്മൾ അടുത്തടാ ദ കോർഡിനേറ്റ് പ്ലെയിൻ ഡിവൈഡ്സ് ദ പ്ലെയിൻ ഇൻറ്റു ഡാഷ് ഒക്ടൻറ്റ്. ഒക്ടൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്രയായിട്ടാണ് അതിനെ വിഭജിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്? എത്രയായിട്ടാണ്? 8 ഒക്ടൻ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 8 ഒക്ടൻസ്. അപ്പോൾ ഇത്രയും ആൻസർ. ഇത് 1 വേർഡാണ്. നമ്മൾ ആദ്യം ഒരു മെയിൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ പറഞ്ഞു, അതും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതും കൂടെ ആകുമ്പോൾ 5ഉം 4 അപ്പോൾ എത്ര 9 ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഇതേപോലത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യും. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അപ്പോൾ 2 പോയിന്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്? 3Dയിലാണ്. സ്പേസിലാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് x1 y1 z1 ആണ്. ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് x2 y2 z2. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുന്നത്? എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ്, നമ്മൾ കോർഡിനേറ്റ്സ് പഠിച്ചിട്ടുള്ളതാണ്, x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നത്. ഇവിടെ പക്ഷേ z2 z1 ഉണ്ട്, അപ്പോൾ അതുകൂടെ എഴുതിയാൽ മതി. എക്സ്ട്രാ അതുകൂടെ ഒന്ന് പഠിക്കുന്നു, z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് എ ബി ആകണമെന്നില്ല, പി ക്യു ആകാം, എ ബി ആകാം, ബി സി ആകാം. ഏതെങ്കിലും 2 പോയിന്റ് എടുത്താൽ 2 പോയിന്റ് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല. അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ഒരു 3-5 കണക്കൂടെ ചെയ്താൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മുടെ അപ്പം ആദ്യത്തെ ചോദ്യം ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വെരിഫൈ ദാറ്റ് അതിരിക്കുന്ന കുറച്ച് പോയിന്റ് ഉണ്ട്, 3 പോയിന്റ് 0, 7, 10, -1, 6, 6, -4, 9, 6. ഈ തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം എന്താണെന്ന് തെളിയിക്കാൻ ആർ ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം എന്ന് പറയും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 1 ഓഫ് ദി ആംഗിൾ 90. അത് ഓർത്തിട്ട് കാര്യമില്ല. അവിടെ ഓർക്കേണ്ട മെയിൻ കൺസെപ്റ്റ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് സോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ഈ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 2 സൈഡിൻ്റെ സ്ക്വയറുകളുടെ സമ്മായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ഈ സൈഡെല്ലാം കാണണം. ഇതിനെ എ ബി സി എന്ന് വിളിക്കുക. ഇത് എ ആണ്, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി. ആദ്യം എ ബി കാണുക, എ ബി കാണുക, ബി സി കാണുക, എ സി കാണുക. അപ്പോൾ 3 കാണുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പ്രത്യേകത കാണാൻ പറ്റും. എ ബി ഈക്വൽ ടു 2 പോയിന്റുകളുടെ ഡിസ്റ്റൻസ് എങ്ങനെ കാണുന്നത്? എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ്
x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. ഇവിടുത്തെ എ ആരാടാ? എ എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 0, 7, 10 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് -1, 6, 6. ഇത് x1 y1 z1 ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ പോയിന്റ് x2 y2 z2. എ ബി കാണാൻ റൂട്ട് ഓഫ് x2 minus x1 -1 minus 0 -1 സ്ക്വയർ പ്ലസ് y2 minus y1 6 minus 7 അതിൻ്റെ ഉത്തരം എത്ര? -1 സ്ക്വയർ പ്ലസ് z2 minus z1 6 minus 10 എത്രടാ? -4 സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ റൂട്ട് ഓഫ് -1 സ്ക്വയർ 1 പ്ലസ് -1 സ്ക്വയർ 1 പ്ലസ് -4 സ്ക്വയർ 16. അപ്പോൾ ആൻസർ എത്ര? √18. എ ബിയുടെ വാല്യൂ √18. എ ബി എന്ന് പറയുന്നത് √18 ആണ്. അടുത്ത എന്ത് കാണുക? ഇതുപോലെ തന്നെ നമ്മൾ ബി സി ആണ്. ബി സി ഒരു വട്ടം ഇക്വേഷൻ എഴുതിയോണ്ട് പിന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ബി സി റൂട്ട് ഓഫ് ആ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബി ഏതാണ്? -1, 6, 6. അടുത്ത സി ഏതാണ്? -4, 9, 6. എടാ ഇവിടെ ബി സി കാണാൻ അവിടുത്തെ ഫസ്റ്റ് പോയിന്റ് ഇത് x1 y1 z1, ഇത് x2 y2 z2. x2 minus x1 -4 -1 -4 എന്ന് പറയുമ്പം -4 + 1 എന്നാവും. അതിൻ്റെ ഉത്തരം -3 ആണ്. -3 സ്ക്വയർ പ്ലസ് 9 y2 minus 1 y1 9 minus 6 എത്ര? 9 6 പോയാൽ അത് 3 സ്ക്വയർ പ്ലസ് 6 minus 6 0 സ്ക്വയർ അല്ലെങ്കിൽ 0. റൂട്ട് ഓഫ് -3 സ്ക്വയർ 9 പ്ലസ് 3 സ്ക്വയർ 9 ആണ്. √18. എ ബി √18, ബി സി √18. ഓക്കെ, ഇനി ആരെയും കൂടെ കാണുക? എ സിയും കൂടെ കാണുക. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എഴുതുന്നതിന് മുമ്പ് എയും സിയും ഒന്ന് എഴുതുക. എ എത്ര? 0, 7, 10 ആണ്. സി എന്ന് പറയുന്നത് -4, 9, 6. ആദ്യത്തെ ആൾ x1 y1 z1, ഇത് x2 y2 z2. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നില്ല, പക്ഷെ ഇങ്ങനെ എഴുതിയാൽ തെറ്റത്തില്ല. x2 minus x1 -4 - 0 -4 ആണ് ഉത്തരം. -4 സ്ക്വയർ പ്ലസ് y2 minus y1 9 - 7 2 ആണ്. 2 സ്ക്വയർ പ്ലസ് 6 - 10 -4 സ്ക്വയർ എന്ന് വരും. -4 സ്ക്വയർ 4 സ്ക്വയർ 16 പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് -4 സ്ക്വയർ 16. 16ഉം 4ഉം ആഡ് ചെയ്യുമ്പോഴത്തേക്കും 20 16ഉം 36 എന്ന് വരും ആൻസർ. അപ്പോൾ എ സി 36. എടാ ഒരു സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റേ രണ്ട് സൈഡിൻ്റെ സ്ക്വയറുകളുടെ സമ്മായിരിക്കും. അല്ല നമ്മൾ എ സി ഇപ്പം എ ബിയും ബി സിയും √18 ആണ്. √18 + √18 √36 കിട്ടിയെന്ന് വിചാരിക്കുക. അത് തെറ്റാണ്. കാരണം √18ഉം √18 കൂട്ടിയാൽ √36 കിട്ടത്തില്ല. അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. വലിയ സൈഡ് എ സി അല്ലേ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വലിയ സൈഡ് ഏതാ? √36. √36 സ്ക്വയർ ഈസ് ഈക്വൽ ടു √18 സ്ക്വയർ പ്ലസ് √18 സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ അത് വെട്ടിപ്പോകുമ്പോൾ എന്ത് വരും? 36 ഈക്വൽ ടു 18 + 18 എന്ന് വരും. കറക്റ്റാണ്. അല്ലെങ്കിൽ എ സി സ്ക്വയർ, നമ്മുടെ എ സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയറും ബി സി സ്ക്വയറും കൂട്ടുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എഴുതാം. ഇങ്ങനെ കിട്ടിയോണ്ട് നമുക്ക് എഴുതാം therefore എ ബി സി ആർ ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ വെർട്ടീസ് ആണ് എ ബി സി. ഓക്കെ, എടാ √8 എ ബിയും ബി സിയും കൂട്ടുമ്പോൾ എ സി കിട്ടുന്നത് 4. തെറ്റാണത്. കാരണം √18 കൂടിയാൽ എന്ത് കിട്ടത്തില്ല? √36 കിട്ടത്തില്ല. ഓക്കെ, സ്ക്വയർ എടുക്കുമ്പോഴാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. എടാ ഇവിടെ നമുക്ക് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കിട്ടത്തില്ല. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പം √25 എഴുതുകയാണ്. √25 പ്ലസ് √9. അങ്ങനെയാണെങ്കിൽ √25ഉം √9 കൂട്ടുമ്പോൾ എത്ര കിട്ടണം? √34 കിട്ടണം. എങ്ങനെയാണ് കിട്ടുന്നത്? √25ൻ്റെ ആൻസർ എത്ര? √25ൻ്റെ ആൻസർ 5 ആണ്. √9ൻ്റെ ആൻസർ എത്ര?
3 5ഉം 3യും കൂട്ടുമ്പോൾ 8 കിട്ടുന്നത്. √34 8ൻ്റെ ആണോ? അല്ല. അതുകൊണ്ട് √18 √18 കൂട്ടിയാൽ √36 കിട്ടുമെന്ന് വിചാരിക്കില്ല, അത് തെറ്റാണ്. നമ്മളിത് ഇപ്പോൾ റൂട്ട് സ്ക്വയറും കട്ടായാൽ ഹൈപ്പോട്ടനസ് ആരാ? വലിയ സൈഡ്. AC² = AB² + BC², അല്ലെങ്കിൽ √36² = √18² + √18². റൂട്ട് സ്ക്വയറും കട്ടായി. ഇപ്പോൾ കറക്റ്റായി. 36 18 കൂട്ടിയാൽ 36 ആണ്. ഓക്കെ, അല്ലാതെ മറ്റേതുപോലെ ആലോചിക്കരുത്, തെറ്റാണ്. എടാ ഇതേ ചോദ്യം ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടിസ് ആണെന്ന് ചോദിച്ചാൽ ഇതേ ചോദ്യം തന്നെ ശ്രദ്ധിക്കുക, അത് ചെയ്യിപ്പിക്കുന്നില്ല നമ്മൾ. ഇതേ സെയിം ക്വസ്റ്റ്യൻ വെരിഫൈ ദാറ്റ് ഈ പോയിന്റുകൾ ആർ ദ വെർട്ടീസസ് ഓഫ് ആൻ ഐസോസെലസ് എന്ന് ചോദിച്ചാൽ, ഐസോസെലസ് എന്നാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതുന്ന രീതി ശ്രദ്ധിച്ചോണം. ഇവിടെ AB-യും BC-യും കണ്ടുപിടിച്ച് രണ്ടുപേരും ഈക്വൽ ആകുന്നതിനാണ് നമ്മൾ ഐസോസെലസ് എന്ന് പറയുന്നത്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിളിനെ വിളിക്കുന്നതാണ് ഐസോസെലസ്. അപ്പോൾ ഇവിടെ AB-യും കണ്ടുപിടിച്ച് BC-യും കണ്ടുപിടിച്ച് AB-യും BC ഈക്വൽ, രണ്ട് സൈഡ് ഈക്വലായി. AB = BC, therefore ABC ആർ ദ വെർട്ടീസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് എഴുതാം. ഇതേ ക്വസ്റ്റ്യൻ ഐസോസെലസിൻ്റെ കണ്ടീഷൻ വെച്ച് ചോദിച്ചാൽ AB-യും BC-യും മാത്രം കണ്ടാൽ മതി. AB-യും BC-യും കാണുമ്പോൾ സെയിം ആകുന്നില്ലെങ്കിൽ AC-യും കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. AB-യും BC-യും ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയാലും എന്ത് വിളിക്കാം? ഐസോസെലസ്. അത് AB-യും BC ആകാം ചിലപ്പം, അല്ലെ AB-AC ആകാം. ഓക്കെ, അതൊരു പ്രോബ്ലം പോലെ ഇരിക്കും. അപ്പോൾ ഇതേ ചോദ്യം ഐസോസെലസിൻ്റെ ചോദിച്ചാൽ AB = BC, therefore ABC ആർ ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് എഴുതിയാൽ മതി. പക്ഷേ ഇത് ഏതിൻ്റെ ക്വസ്റ്റ്യനാണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയാണ്. ഐസോസെലസിൻ്റെ ചോദിച്ചാൽ ഇതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, ഈ ചോദ്യം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ചോദ്യം റൈറ്റ് ആംഗിളിൻ്റെയാണ്. ഐസോസെലസിൻ്റെ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പ്രത്യേക ഒരു ക്വസ്റ്റ്യനായിട്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഇതേ ചോദ്യത്തിൽ ആർ ദ വെർട്ടീസസ് ഓഫ് എന്നാണ് റൈറ്റ് ആംഗിൾ മാറ്റി തുടച്ചിട്ട് ഐസോസെലസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എഴുതി നോക്കുക. അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ AB-യും BC-യും ഈക്വൽ ആണ്, രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളപ്പം രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഒന്നാമത് പറഞ്ഞ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ചോദ്യം പറഞ്ഞിട്ടുണ്ട് ഐസോസെലസിൻ്റെ, അതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇവിടെ ഷോ ദാറ്റ് ദ പോയിന്റ്സ്, ഇത് തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ. കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലാണെന്ന് തെളിയിക്കാനാണ്. കോലീനിയർ അല്ലെങ്കിൽ ഒരു ലൈനിലാണ് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന പോയിന്റ് P, Q, R ഇവർ മൂന്ന് പേരും ഒരേ ലൈനിലാണെന്ന് തെളിയിക്കാനാണ്. ഒരേ ലൈനിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി, നമ്മൾ PQ കാണും, PQ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കാണും. പിന്നെ അതാണ് QR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണും. PQ കാണും, QR കാണും, പിന്നെന്ത് കാണും? PR-ഉം കാണും. അപ്പം ഈ PQ-യും QR-ൂടെ കൂട്ടുമ്പം, രണ്ടുപേരെ കൂട്ടുമ്പം മൂന്നാമത്തെ ഒരാളെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് കൊളീനിയറാണ്. ഒരേ ലൈനിലായതുകൊണ്ടാണ് രണ്ടുപേരുടെ ഡിസ്റ്റൻസ് കൂട്ടുമ്പം മൂന്നാമത്തെ ആളുടെ ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു അകലം 2ഉം ഇത് 4ഉം ആണെങ്കിൽ 2 + 4 ഈ അകലം 6 ആയിരിക്കും. ഇപ്പോൾ PQ 2, QR 4, അങ്ങനെയാണെങ്കിൽ PR 6 ആയിരിക്കും. ആ ഒരു രീതിയിലേ കിട്ടത്തുള്ളൂ നമുക്ക് ചെയ്തു വരുമ്പോൾ. കൊളീനിയർ ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് PQ ആണ്, PQ = √, ഫോർമുല എഴുതണം കേട്ടോ. ആദ്യം കാണുമ്പോൾ ഫോർമുല എഴുതണം. x2 - x1² + y2 - y1² + z2 - z1². PQ കാണുമ്പോൾ അവിടുത്തെ ആരൊക്കെയാ? P നോക്കുക, -2 3 5. Q ആരാ? 1 2 3. ഇത് x1 y1 z1, x2 y2 z2. x2 - x1 എന്ന് വെച്ചാൽ 1 - -2 3 3² + 2 - 3 എത്ര? -1² + 3 - 5 -2². x2 - x1 y2 - y1 z2 - z1. അപ്പോൾ എത്ര വരും? 3² 9 + -1ൻ്റെയും 1ൻ്റെയും സ്ക്വയർ 1 ആണ്. 1 + 4 എത്ര? PQ = √14 എന്ന് കിട്ടും. √14 PQ കിട്ടി. അടുത്ത നമ്മൾ കാണേണ്ടത് QR ആണ്. QR കാണാൻ ഫോർമുല എഴുതണമെന്നില്ല. Qയും Rഉം ശ്രദ്ധിച്ചാൽ മതി. Qയും Rഉം ഇത് x1 y1 z1, ഇത് x2 y2 z2. സൈഡിൽ എഴുതണമെന്നില്ല, ഇവിടെ നോക്കുകയും ചെയ്യും. സൈഡിൽ എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ x2 - x1 7 - 1 6² + y2 - y1 0 - 2 -2² + അടുത്ത z2 - z1 -1 - 3. അതിൻ്റെ ഉത്തരം -4². തെറ്റായിരുന്നാൽ മതി, അങ്ങനെ ചെയ്യാം. 6² 36 + 4 2² 4 + -1² 16 36 4 40 16 56 56 ആണ് QR-ൻ്റെ ആൻസർ. ഓക്കെ, 56. ഇവിടെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തണം, അത് പറയാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം.
നമ്മൾ ഈ √56 ഫാക്ടറൈസ് ചെയ്താൽ ഇത് ഈ ആദ്യം കിട്ടിയ √14 ടൈമിലോട്ട് വരും. ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ 56 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2√14 എന്നാണ്. 2√40 ഇത് 56 ചെയ്ത് നോക്കിയാൽ മതി. 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എത്ര, 56 ചെയ്യുമ്പോൾ വരുന്ന ആൻസർ ഇത് 28 എന്ന് വരും. 28 പിന്നെയും 2 കൊണ്ട് ചെയ്താൽ 14 എന്ന് വരും. പിന്നെയും 2 കൊണ്ട് ചെയ്താൽ 7 എന്ന് വരും. 7 കൊണ്ട് ചെയ്താൽ 1. ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ പെയറുള്ള ആളുകളെ പെയർ 2ന് 2 പെയറുണ്ട്, അതുകൊണ്ട് വെളിയിൽ എഴുതി. പെയറുള്ള ആൾ വെളിയിൽ, റൂട്ടിൻ്റെ അകത്ത് പെയർ ഇല്ലാത്തൊരു 2നും 7നും പെയറില്ല, 2 × 7 അവർ പെയറുള്ളവർ റൂട്ടിൻ്റെ വെളിയിലും പെയർ ഇല്ലാത്തവർ റൂട്ടിൻ്റെ അകത്തും. അങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എഴുതുന്നത്. 2 × 7 അതാണ് 2√14 എന്ന് പറഞ്ഞത്. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 2√14. അടുത്ത 6 കാണൂടാ. PQ കണ്ട് QR കണ്ട്, ഇനി PR കൂടെ കണ്ടാൽ മതി. PR കാണാൻ ഇക്വേഷൻ √(x2) PR ഇങ്ങനെ നോക്കണം കേട്ടോ, തെറ്റിപ്പോകരുത്, ഇവിടോട്ട് കണ്ടു പോകരുത്, ഇതിനെ തമ്മിൽ നോക്കുക. x2 - x1 PR എന്ന് പറയുമ്പോൾ 6ൻ്റെ കോർഡിനേറ്റിൽ നിന്ന് P കുറയ്ക്കാവുള്ളൂ കേട്ടോ. രണ്ടാമത് പറയുന്നതിന് ഒന്നാമത്തേനെ കുറയ്ക്കുക. x2 - x1 7 - -2 അപ്പം 9² പ്ലസ്. അടുത്തത് 0 - 3 -3² പ്ലസ്. അടുത്തത് -1 - 5 എന്ന് വെച്ചാൽ -6² ആൻസർ √9² 81 പ്ലസ്. ഇതിൻ്റെ എത്ര, 3² 9 പ്ലസ് 6ൻ്റെ എത്ര, 36. 81 9 കൂട്ടിയാൽ 90. 90യും 36 90 36 കൂട്ടുമ്പോൾ 126. 126 മാറ്റിയാൽ എങ്ങനെ വരും? ഇതുപോലെ ഫാക്ടറൈസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ്. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി, അതുകൊണ്ട് ചെയ്യുന്നില്ല. 3√14 എന്ന് കിട്ടും. 3√14. അപ്പം PQ √14, QR 2√14 എന്നാണ്, PR 3√14 എന്നായി. ഫാക്ടറൈസ് ചെയ്താലേ ഇങ്ങനെ ഉത്തരം വരത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ അല്ലാതെ ചെയ്ത് നോക്കിയാൽ √14, √56, √126 എന്ന് വരും. ഏറ്റവും ചെറിയ വരുന്ന ഉത്തരം. അത് കഴിഞ്ഞാൽ പിന്നുള്ള അടുത്ത ഉത്തരം. ഇപ്പോൾ ഇത് √14 ആണെങ്കിൽ അടുത്തതിനെക്കാട്ടി വലുതാ 56 അല്ലേ, അത് 2√14 ആയിരിക്കും. അടുത്തത് 126 അല്ലേ, അത് 3√14 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്ന് വെച്ചാൽ 2 പേരെ കൂട്ടുമ്പോൾ മൂന്നാമത്തെ ആളെ കിട്ടുന്നത് വെച്ചാൽ PQ + QR ആണെന്ത്, PR എന്ന് പറയുന്നത്. PQ എന്ന് പറഞ്ഞാൽ √14, QR എന്ന് പറഞ്ഞാൽ 2√14. √14നും ഒരു √14നും 2 √14 കൂട്ടിയാൽ 3√14. ഓക്കെ, therefore PQR കൊളീനിയർ. PQR എന്താണ്, കൊളീനിയർ ആണ്. PQR കൊളീനിയർ ആണെന്ന് പറയാം. ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മൾ കൊളീനിയർ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആകുമ്പോൾ നമ്മൾ ചെയ്താൽ ശ്രദ്ധിക്കണം. ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ്² + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ ആകുമ്പോൾ. ഐസോസെലസ് ആണെങ്കിൽ 2 പേര് ഈക്വൽ ആയാൽ മതി. അപ്പോൾ നമുക്ക് ഐസോസെലസ് എന്ന് പറഞ്ഞാൽ നിർത്തി കണക്ക് അവിടെ വെച്ച് നിർത്താം. ഇവിടെ ഐസോസെലസ് ആണ് കുറച്ചുകൂടെ സിമ്പിൾ. ആദ്യത്തെ 2 പേരെ തന്നെ ഈക്വൽ കിട്ടിയാൽ നമുക്ക് അവിടെ വെച്ച് നിർത്തിയിട്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് ഐസോസെലസ് ആണെന്ന് പറഞ്ഞ് കണക്ക് അത്രയും ചെയ്താൽ മതി. ഇതാണ് കൊളീനിയർ ആണെങ്കിൽ 3 പേരെയും കണ്ടുപിടിച്ചിട്ട് 2 പേരെ കൂട്ടുമ്പോൾ മൂന്നാമത്തെ ആളെ കിട്ടുന്നു. ഏതെങ്കിലും 2 പേരെ കൂട്ടുമ്പോൾ 2 പേരുടെ സമ്മാണ് മൂന്നാമത്തെ ആളെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഇതാണ് കൊളീനിയറിൻ്റെ. മക്കളെ മൂന്നാമത്തെ ചോദ്യം, വെരിഫൈ ദാറ്റ് ഈ തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം എന്താണ്, 4 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ അല്ലെന്ന് മനസ്സിലാക്കാം. ABCD എന്ന് കൊടുക്കാം. ഇവർ 4 പേരും പാരലോഗ്രത്തിൻ്റെ വെർട്ടിസാണ് തെളിയിക്കുന്നത്. പാരലോഗ്രം ആകുമ്പം, പാരലോഗ്രം എന്ന് പറയുമ്പം 2 സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം 4 സൈഡ് കാണണം. AB കാണണം, BC കാണണം, CD കാണണം, AD കാണണം. ഇങ്ങനത്തെ 4 സൈഡ് കണ്ടുപിടിക്കണം. അപ്പം എന്തായിരിക്കും, ഈ 2 പേര് ഈക്വൽ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഇവർ 2 പേര് ഈക്വൽ ആണ്, ഇവർ 2 പേര് ഈക്വൽ, ആ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ AB കണ്ടാൽ ഇക്വേഷൻ എഴുതുന്നില്ല. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇപ്പം നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. എയും ബിയിലോട്ട് മാത്രം കണ്ടുപോവുക. x2 - x1 ഇത് x1y1 z1, ഇത് x2y2 z2. x2 - x1 1 - -1 1 - -1 1 + 1 2² പ്ലസ് y2 - y1 -2 - 2 -4² പ്ലസ് 5 - 1 അത് 4². ആൻസർ എത്ര വരും, √2². 4 + 4 -1² 16, 4ൻ്റെ സ്ക്വയർ 16, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 16, 4 കൂട്ടുമ്പം 20, 20ഉം 16ഉം 36, √36 എന്ന് കിട്ടും. AB √36. BC കാണുക, BC ബിയിലോട്ട് സിയിലോട്ട് നോക്കുക. ബിയും സിയും മാത്രം. x2 - x1 4 - 1 3² പ്ലസ് എന്താണ് y2 - y1 -7 -2 -7 + 2. വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ എണ്ണം കൊടുക്കുക.
അപ്പം -5 സ്ക്വയർ. ഓക്കെ, പ്ലസ് അടുത്തത് 8 - 5. 8 - 5 എത്ര? 3 സ്ക്വയർ. 3യുടെ സ്ക്വയർ 9 പ്ലസ് -5 സ്ക്വയർ 25 പ്ലസ് 3യുടെ സ്ക്വയർ 9. ഇതേ 25 9 കൂട്ടിയാൽ എത്ര വരും? 34. 34 9 43. അപ്പം എ ബി റൂട്ട് 36, ബി സി റൂട്ട് 43. ഇനി എന്ത് കാണുക? സി ഡി കാണുക. സി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് സിയും ഡിയിലോട്ട് മാത്രം നോക്കുക. സിയും ഡിയും ആട്ട് x2 - x1 2 - 4 -2 സ്ക്വയർ പ്ലസ് y2 - y1 -3 -7 -3 + 7 എന്ന് വരും. അപ്പം -3യും +7ഉം വന്നാൽ വലുതിയും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ഇന്ന് -3 + 7 അപ്പം 4 സ്ക്വയർ എന്ന് വരും. പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് Z2 - Z1 4 - 8 എത്ര? 4 - 8. 4 - 8 വരുമ്പോൾ -4ൻ്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, എന്താ ആൻസർ? 2 സ്ക്വയർ 4 + 4 സ്ക്വയർ 16 പ്ലസ് -4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ആൻസർ എത്ര? ആൻസർ റൂട്ട് കൂട്ടുമ്പം 4 16 20 4 16 20 20 16 36. സി ഡി 36 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് എന്ത് കാണുക? എ ഡിയും കൂടെ കാണുക. അപ്പം നമുക്ക് ലാസ്റ്റ് ആവും എ ഡി. എയും ഡിയിലോട്ട് നോക്കുക. എ ഡി x2 - x1 2 - 2 -1 3 സ്ക്വയർ പ്ലസ് y2 - y1 -3 -2 -5ൻ്റെ സ്ക്വയർ പ്ലസ് Z2 - Z1 4 - 1 3 സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 25 പ്ലസ് 9. ഇത് ഇവിടുത്തെ പോലെ തന്നെ 9 25 9. അപ്പോൾ റൂട്ട് എത്ര? 43. ആരൊക്കെ ഈക്വൽ ആയിട്ട് കിട്ടിയത്? എ ബിക്ക് ഈക്വൽ ആണ് സി ഡി. അപ്പോൾ എ ബി ഈക്വൽ സി ഡി ആൻഡ് വേറെ ഏതാ? ബി സി ഈക്വൽ എ ഡി. അങ്ങനെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയാൽ അതിനെ എന്ത് വിളിക്കാം? പാരലോഗ്രാം ആണെന്ന് പറയാം. ദെയർഫോർ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് ഇതൊരു പാരലോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോർഷൻ 3Dക്കകത്ത് ഇത് മിസ്ലീനിയസിൻ്റെ അകത്തൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ചിലപ്പോൾ കയറി ചോദിക്കാം. അതുകൊണ്ടൊന്ന് സിമ്പിൾ ഒരു കൺസെപ്റ്റ് ആണോ നോക്കി വെച്ചേക്കുക. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് എടാ ഒരു ട്രയാങ്കിൾ തന്നാൽ ട്രയാങ്കിളിന് എത്ര വെർട്ടീസസ് ഉണ്ട്? 3 വെർട്ടീസസ് ഉണ്ട്. 1 2 3. ഓരോ മൂല അല്ലെങ്കിൽ ഓരോ വെർട്ടീസിനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കറക്റ്റ് നടുക്കലത്തേക്ക് വര വരയ്ക്കുക. ഇതേ എല്ലാ വെർട്ടീസിനും കറക്റ്റ് നടുക്കോട്ട് വരച്ചാൽ ഈ വരകൾ കൂട്ടിമുട്ടുന്നത് ആ പോർഷനാണ് സെൻട്രോ അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ ലെറ്റർ ജി ആണ്. ജി. അപ്പം 3 പോയിന്റുകൾ 3D ആയതുകൊണ്ട് 3 പോയിന്റ് എങ്ങനെ? x1 y1 z1. അടുത്ത പോയിന്റ് x2 y2 z2. മൂന്നാമത്തെ പോയിന്റ് x3 y3 z3. ഓക്കെ, ഇതിൻ്റെ സെൻട്രോയിഡ് ജി കാണുന്ന ഫോർമുലയാണ് ജി. സെൻട്രോയിഡ് ജി എന്ന് പറയുന്നത് സെൻട്രോയിഡ് ജി ഈസ് ഈക്വൽ ടു x1 + x2 + x3/3 y1 + y2 + y3/3 z1 + z2 + z3/3. ഇതാണ് ഏതിൻ്റെ ഇക്വേഷൻ? സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുലയാണിത്. 3 പോയിന്റ് തന്നാൽ ട്രയാങ്കിളിലെ സെൻറ്റർ അല്ലെങ്കിൽ സെൻട്രോയിഡ് കാണുന്ന ഫോർമുല. അതെ, ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ പോയിന്റുകളുള്ള ട്രയാങ്കിളിൻ്റെ സെൻറ്റർ കാണാൻ പറഞ്ഞാൽ ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേണേൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ജി ഈസ് ഈക്വൽ ടു ഇതാണ് x1 y1 z1 x2 y2 z2 x3 y3 z3. ഓക്കെ, അപ്പം x1 + x2 + x3/3 1 + 3 + 5 1 + 3 എത്ര? 4 4 + 5 എത്ര? 9 9/3 y1 + y2 + y3. നിങ്ങൾ ഈ ഫോർമുലയൊക്കെ എഴുതി ഇങ്ങനെ തന്നെ ആദ്യം ഫോർമുല എഴുതുക, പിന്നെ ഉത്തരം എഴുതാവുള്ളൂ കേട്ടോ. ഞാൻ അവിടുന്ന് ഡയറക്റ്റ് എഴുതുന്നേ ഉള്ളൂ. ഇതേ y1 + y2 + y3/3 y1 എത്ര? -2 -2 + 1 + 10 10 + 1 11 11 - 2 എന്ത് വരും? അത് 9 വരും. 9/3 ഓക്കെ, z1 + z2 + z3 എടാ 3 - 6 3 3യും 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 6 6 - 6 0 0/3. ഇക്വേഷൻ ഇതാണ്. 3 കൂട്ടണം. x1 + x2 + x3/3. ഇത് x1 x2 x3 3 കൂട്ടുമ്പോൾ 9. y1 y2 y3 -2 1 10 ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 9. ഇനി z1 + z2 + z3 3യും -6ഉം 3യും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 0. അപ്പോൾ ജിയുടെ ആൻസർ എത്ര? ജി 9/3യുടെ ആൻസർ എത്ര? കട്ട് ചെയ്യുമ്പോൾ 3 3 0 3,
3,0. ഇതാണ് സെൻട്രോയിഡ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കാണാനുള്ള ചോദ്യമാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത്. ഇത് വേറൊരു ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം. സെൻട്രോയിഡ് തന്നിട്ടുണ്ട്, സെൻട്രോയിഡ് കാണണ്ട, സെൻട്രോയിഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് A ആൻഡ് B, എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് സിയുടെ കോർഡിനേറ്റ് കാണുക. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചാൽ നമ്മളിത് അവിടെ സെൻട്രോയിഡ് G അല്ലേ, നടുക്ക് വരുന്നതാണ് G തന്നിട്ടുണ്ട്. അതുപോലെ A ഉണ്ട്, B ഉണ്ട്, C അവർ തന്നിട്ടില്ല, സിയുടെ പോയിന്റ് തന്നിട്ടില്ല. അപ്പോൾ G ഏതാടാ? G ഇവിടെ 111 ആണ്, 111. എയുടെ കോർഡിനേറ്റാ ശ്രദ്ധിച്ചാൽ എയുടെ കോർഡിനേറ്റ് 3 -5 7. ബിയുടെ കോർഡിനേറ്റാ -1 7 -6 അല്ലേ. സിയുടെ കോർഡിനേറ്റ് അറിയത്തില്ല. ഫസ്റ്റ് കോർഡിനേറ്റ് ഏതാ? X1 Y1 Z1, ഇയാൾ X2 Y2 Z2. സിയുടെ കോർഡിനേറ്റ് അറിയാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വിളിക്കാം? X3 Y3 Z3 എന്നാണ് അതിൻ്റെ ഫോം. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് വിളിക്കുകയാണ്. ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ നമുക്ക് അറിയാവുന്ന ആകെ ഒരു ഫോം അതേ ഉള്ളൂ. ജിയുടെ ഇക്വേഷൻ എന്തുവാ? ജിയുടെ ഇക്വേഷൻ X1 + X2 + X3/3, Y1 + Y2 + Y3/3, Z1 + Z2 + Z3/3. ഇതാണ് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന ഭാഗത്തൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മറ്റേ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും. ജി എത്രയാണ്? G 111 അല്ലേ. 111 ഈക്വൽ X1 + X2 + X3 എന്നാ. X1 X2 3 ± 1, 3 ± 1 എത്ര? 3യും -1 കൂടെ കൂട്ടുമ്പം 2 ആണ് ഉത്തരം. 2 + X1 + X2 + X3, X3യുടെ സ്ഥാനത്ത് X3 തന്നെ /3. X1 X2 കൂടെ കൂട്ടുമ്പോൾ 2, 2 + X3/3 എന്ന് എഴുതിയ Y1 + Y2 + Y3. Y1 എത്ര? -5. Y2 എത്ര? 7. -5ഉം 7 കൂടെ കൂട്ടുമ്പം 2 പ്ലസ് മൂന്നാമത്തെ ആരാ? Y3/3, അടുത്തത് Z1 + Z2 + Z3. Z1 ആരാ? 7. Z2 ആരാ? -6. 7ഉം -6 കൂടെ ആകുമ്പോൾ 1 പ്ലസ് Z3/3. ഓക്കെ, ഇപ്പുറത്തും 3 പോയിന്റ് ഉണ്ട്, അപ്പുറത്തും 3 പോയിന്റ് ഉണ്ട്. ഇതും XYZ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്, ഇത് XYZ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അങ്ങനെ ഈ 3 പേര് സെയിം ആണെങ്കിൽ ഇവിടെ 2 കോർഡിനേറ്റ്സ് തന്നിട്ട് 2 പേര് സെയിം ആണെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോരുത്തരും ഈക്വൽ ആണെന്ന് വെച്ചാൽ ഈ 2 + X3/3 ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് ആയ എന്തിന് ഈക്വൽ ആണെന്ന് അതിൻ്റെ മീനിങ്? 2 + X3/3 ഇപ്പുറത്തെ 1ന് ഈക്വലാണ്. അതുപോലെ തന്നെ എന്താണ്? 2 + Y3/3 അതിപ്പുറത്തെ 1ന് ഈക്വലാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് കിടക്കുന്ന ഏതാ? 1 + Z3/3 അത് ഏതിന് ഈക്വലാണ്? ഇപ്പുറത്തെ 1ന് ഈക്വലാണ്. ഇപ്പുറത്ത് മൊത്തം 1 ആയതുകൊണ്ട് നമ്പർ മാറി അതെല്ലാം മാറ്റി ചെയ്യണം. ഓക്കെ, ഇവിടെ 2 + X3 എത്ര വരും? ഈക്വൽ ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുക, അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 1 × 3 3. അങ്ങനെയാണെങ്കിൽ X3 എത്രടാ? X3 3, ഈ 2 അപ്പുറത്ത് പോയാൽ 3 - 2, X3യുടെ വാല്യൂ 1, X3 1 ആണ്. അടുത്തത് ഇതുപോലെ തന്നെ 2 + Y3 = 3 ഇങ്ങോട്ട് വന്നാൽ 1 × 3 3. അങ്ങനെയാണെങ്കിൽ Y3യുടെ വാല്യൂ 3 - 2, Y3 എത്ര തന്നെയാണ്? 1 തന്നെയാണ്. Y3യുടെ വാല്യൂ 1 തന്നെയാണ്. അടുത്ത Z3 1 + Z3 = 3 ഇങ്ങോട്ട് വന്നാൽ 1 × 3 3. Z3 = 3, 1 ഇപ്പുറത്ത് വന്നാൽ -1, Z3 = 2. അപ്പോൾ എങ്ങനെയാ? X3 Y3 Z3 അത് സിയുടെ പോയിന്റ്സ് ആണ്. സിയുടെ പോയിന്റ് കിടക്കുന്ന ഫോമാണ് X3 Y3 Z3. അപ്പോൾ എങ്ങനെ എഴുതാം ഉത്തരം? ഏതാ? 1, 1, 2. അപ്പം നോർമലി 3 പോയിന്റ് തന്നിട്ട് സെൻട്രോയിഡ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ഉത്തരം കിട്ടിക്കോളും. പക്ഷേ സെൻട്രോയിഡും ബാക്കി 2 പോയിന്റ് തന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിക്കാം, അത് A ചോദിക്കാം, B ചോദിക്കാം, C ചോദിക്കാം, അവർക്ക് ഇഷ്ടമുള്ള പോയിന്റ് ചോദിക്കാം. അപ്പം അവർ കണ്ടുപിടിക്കാൻ പറയുന്ന പോയിന്റിനെ നമ്മൾ അതുപോലെ എടുക്കുക. ഇപ്പോൾ C കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ C എന്തെടുത്ത്? X3 Y3 Z3 എടുത്ത്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാനുള്ള പോയിന്റിനെ അതിൻ്റെ ജനറൽ ഫോമിൽ എടുക്കുക, അല്ലാത്തതിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ 3D എന്ന് പറഞ്ഞ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് ആണെങ്കിലും ഒന്ന് കാണുക, കാരണം അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.